PV അൻവർ. ആർക്കൊപ്പമാണ് PV അൻവർ? ആർക്കെതിരെയാണ് PV അൻവർ? PV അൻവറിന്റെ പോരാട്ടങ്ങൾ വ്യക്തികൾക്കെതിരെയല്ല, വ്യവസ്ഥിതികൾക്കെതിരെയാണ്. നീതിക്ക് വേണ്ടി നിഷേധിയാവാൻ മടിയില്ലാത്ത വിപ്ലവകാരിയാണ് അൻവർ. നിങ്ങൾക്കയാൾ നിഷേധിയാണ്. അറിയാം, നിങ്ങളുടെ മടിയിൽ കനമുണ്ട്, നിങ്ങളും പങ്കുപറ്റുന്നുണ്ട്. അൻവറിന്റെ പോരാട്ട വഴികൾ എന്തെല്ലാമാണ്? അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങളെല്ലാം ഈ നാട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോഴും പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? പോലീസിലെ പിണറായിസത്തിനും RSS വൽക്കരണത്തിനുമെതിരെ, മറുനാടൻ മലയാളി ഷാജന്റെ വിദ്വേഷ പ്രചരണത്തിനെതിരെ, ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരള പോലീസിനെ ക്രിമിനൽ വൽക്കരിക്കുന്നതിനെതിരെ, മലപ്പുറത്ത് കേസുകൾ അസാധാരണമായി വർദ്ധിക്കുന്നതിനെതിരെ, മണൽ വാരൽ അനുവദിക്കാതെ വൻകിട ക്രഷറുകളെ സഹായിക്കുന്നതിനെതിരെ, മാമി തിരോധാന കേസിലെ പോലീസിന്റെ കള്ളക്കളികൾക്കെതിരെ, വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഫെൻസിംഗ് നടത്തുന്നതിനെതിരെ, മണ്ണെടുത്തതിന് ലൈഫ് പദ്ധതിയിലെ പാവപ്പെട്ടവന് നേരെ കേസെടുത്തതിനെതിരെ, നിലമ്പൂരിലെ വനമേഖലയിൽ നിന്നും 124 കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടതിനെതിരെ, കേരളം ഒരു തുറന്നിട്ട മൃഗശാലയാക്കുന്നതിനെതിരെ, അമിതമായി ഇൻഷുറൻസ് വർദ്ധിപ്പിച്ച് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ, മറ്റു കാടുകളിൽ നിന്നും പിടിക്കുന്ന മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതിനെതിരെ, വാഹനങ്ങൾക്ക് അനാവശ്യമായി ഫൈൻ ഈടാക്കുന്നതിനെതിരെ, P ശശിയുടെ നേതൃത്വത്തിൽ തഴച്ചു വളരുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ, കേരളത്തിൽ മദ്യമൊഴുക്കാൻ പാലക്കാട് ബ്രൂവറി അനുവദിച്ചതിനെതിരെ. ഒരാരോപണവും ശൂന്യതയിൽ നിന്നും ഉണ്ടായതല്ല, തെളിവോടെ സമർത്ഥിച്ചതാണ്. PV അൻവർ ഒരാൾക്കും ഒപ്പമല്ല, ഒരാളുടെയും എതിർപക്ഷത്തുമല്ല, നീതിയുടെ പക്ഷത്താണ് എന്നും നിലകൊണ്ടത്. അധികാര കസേരയിൽ ഇരിക്കുമ്പോഴും സ്വന്തം പക്ഷത്തോടും അനീതിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്നില്ല? നിങ്ങൾ നോക്കൂ, PV അൻവർ ഉയർത്തിയ വിഷയങ്ങളെല്ലാം ഈ നാടിനു വേണ്ടിയാണ്. നീതി പുലരണം എന്നാഗ്രഹിക്കുന്ന ഓരോ പൗരനും വേണ്ടിയാണ്.